റാഗിബു ഫിദ്ദുനിയാ ഗാഫിലുൻ, ദുനിയാവിൽ കുതിരി വെച്ച് നടക്കുന്നവൻ ഗാഫിലുൻ, അശ്രദ്ധൻ തന്നെയാണ്. വലൗ കാന യഖൂലു അല്ലാഹ് അല്ലാഹ് ബിലിസാനിഹി അലദ്ദവാം. മനസ്സിലാവുന്നില്ലേ? അറാഗിബു ഫിദ്ദുനിയ, ദുനിയാവിൽ കൊതി വെച്ച് നടക്കുന്നവൻ ഗാഫിലുൻ, ഗാഫിലാണ്, അശ്രദ്ധനാണ്. വലൗ കാന യഖൂലു, അവൻ പറയുന്നുണ്ടെങ്കിലും അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്നുണ്ടെങ്കിലും ബിലിസാനിഹി, നിങ്ങളെന്നെ അർത്ഥമാക്കി, ബിലിസാനിഹി അവൻ്റെ നാവുണ്ട്, അലദ്ദവാമി പറയുമോനെ, അലദ്ദവാമി സ്ഥിരം പറയടോ, അലദ്ദവാമി ദാമാ ദാമാ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയില്ലേ? അലദ്ദവാമി സ്ഥിരമായി, എപ്പോഴും, ഏത് നേരത്തും, ദാഇമൻ 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 എന്നെന്നും എപ്പോഴും അവന്റെ വലൗകാന യഖൂലു അല്ലാഹ് അല്ലാഹ് ബിലിസാനിഹി അലദ്ദവാം, സ്ഥിരമായി എപ്പോഴും എപ്പോഴും അവന്റെ നാവുകൊണ്ട് അവൻ എന്താണ് പറയുന്നത്? അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്നവനാണെങ്കിലും അവന്റെ കൽബിൽ നിറഞ്ഞത് ദുനിയാവാണെങ്കിൽ അവൻ ഗാഫിലുൻ, അശ്രദ്ധനാണ്. അശ്രദ്ധനാരാ? അശ്രദ്ധനാരാ? ഓതായത്ത് 4 ആഴ്ച പഠിപ്പിച്ചെന്നു, ഞാൻ മറക്കണം. അശ്രദ്ധനാരാ? ഉലായിക കല്ലനാമി, ഉലായിക കല്ലനാമി, അവർ മൃഗങ്ങളെപ്പോലെയാണ്. ബൽഹും അവല്ല്, മൃഗങ്ങളെക്കാൾ മോശമാണ്. ആറാഫ് 179 ഞാൻ എടുത്തെന്ന് ഓർമ്മല്ലേ? അത് വലഖദ് റഅനാ ലി ജഹന്നമ, ഒന്നും കൂടി നോക്കി, 179 അല്ലേ ആറാഫ്? വലഖദ് റഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി. എത്ര മോനെ? 179 ആറാഫ്. ഉലൈക കൽ അൻആമി, ഈ ജനങ്ങൾ മൃഗങ്ങളെപ്പോലെയാണ്. ബൽഹും അവല്ല്, മൃഗങ്ങളെക്കാൾ മോശമാണ്. ഉലൈക, ഇവരാണ് ഉലൈക ഹുമുൽ ഗാഫിലൂൻ, ഇവരാണ് ഹും, ഇവർ തന്നെയാണ് അൽ ഗാഫിലൂൻ, അശ്രദ്ധർ, ഇവർ തന്നെയാണ് അശ്രദ്ധർ. അപ്പം ഈ വഴിക്ക് ഇറങ്ങി ഇതൊക്കെ കണ്ട് മനപ്പാടാക്കി ബഹർ പോലെ വിജ്ഞാനം തലി കയറ്റലാണ് ഈ പറയുന്നത്. എന്ത്? ഒരാള് നാവ് കൊണ്ട് അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. ഈ അലദ്ദവാമി സദാസമയം തന്നെ, അതാണ് നല്ല വാക്ക്, നല്ല പരിഭാഷ അതാണ് അലദ്ദവാമി. അത് പറയാ കുട്ടിയെ, അലദ്ദവാമി സദാസമയം, അതാണ് ഞാൻ നല്ല മലയാളം, അതാണ് അലദ്ദവാമി സദാസമയവും. യഖൂലു ബിലിസാനിഹി, നാവുകൊണ്ട് പറയുന്നുണ്ട് എന്ത്? അല്ലാഹ് അല്ലാഹ് എന്നാണ് പറയുന്നതെങ്കിൽ അവന്റെ കൽബിൽ ദുനിയാവാണ് നിറഞ്ഞതെങ്കിൽ അവൻ ആരാണ്? ഗാഫിലാണ്. ഗാഫിലായാൽ ആരുമാണ്? ആയത്തേക്ക് മടങ്ങിക്കളി. ഉലൈക കൽ അൻആമി ബൽഹും അദല്ല്, മൃഗങ്ങളെക്കാൾ മോശമാണ്, മൃഗാണ് അതിനേക്കാൾ മോശമാണ്. സദാസമയം സദാസമയം. എന്താ പറയുന്നത്? എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ഒരു കുടുക്കയിൽപ്പെട്ടാൽ ഒരാൾ വിളിക്കും, അതെങ്ങനെ ഒരു കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ വലിയ ആളായിട്ട് പറയല്ല, സ്ഥിരമായി എനിക്കുള്ളൊരു അനുഭവം പറയാം. ഞാനും അങ്ങനെ തന്നെ കൂട്ടിക്കളി, അല്ലാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ഇതിന്ന് വേറിട്ട് പറയല്ല, ഞാൻ ഇതിനൊരു വേറിട്ട് പറയല്ല. ഒരു അനുഭവം പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ പഠിക്കാം, അതുകൊണ്ട് പറയാം. ഒരു ബുദ്ധിമുട്ടപ്പെട്ട ഒരാൾ മനുഷ്യൻ എന്താ പറയുന്ന അറിയോ? ഉസ്താദേ, ഇങ്ങനെ ഒരു വിഷയത്തിൽപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ എന്താ ചെയ്യുക? അപ്പം നമ്മൾ ആ വിഷയം പഠിച്ച് അതിനൊരു കാരണം പറഞ്ഞു കൊടുക്കും. പിന്നെ അവർ ഫോണ് വെച്ച് നിങ്ങൾ അടുത്ത ആഴ്ച വെള്ളിയാഴ്ച വരി, ദാറുൽ ഖുർആനിൽ വരി, നമുക്ക് സംസാരിക്കാൻ നേരിട്ട് കാണാം എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ പോലും ഇവർ പറയാ വെള്ളിയാഴ്ചക്ക് ഇനി 2 ദിവസം കൂടി അല്ലേ ഉസ്താദേ, ചെല്ലാൻ പറ്റിയ ദിക്ർ പറഞ്ഞേരി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൽബിൽ അള്ളാഹു ഉണ്ടെങ്കിൽ പൊള്ളിച്ചെന്നിടും. നാവിൽ അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്നുള്ള കണക്കന്നെ അവിടെ അല്ല. കാരണം കൽബിൽ അള്ളാഹു ഉണ്ടെങ്കിൽ നാവിൽ അള്ളാഹു ഉണ്ട്. കൽബിൽ അള്ളാഹു ഉണ്ടെങ്കിൽ ബേദലിന്റെ തുമ്പിൽ അള്ളാഹു ഉണ്ടാവും. കൽബിൻ അള്ളാഹു ഉണ്ടെങ്കിൽ മൂത്താവിന്റെ മേലെ എണീറ്റിരിക്കുന്ന മുടിയുടെ അഗ്രഭാഗത്ത് പോലും അള്ളാഹു ഉണ്ടാവും. നാവിലുള്ള അള്ളാഹു ഉണ്ടായതുകൊണ്ട് കാര്യമല്ല, ഇവിടെ നടങ്ങൂല. ലാ യുജാവിസു, അവർ ഖുർആൻ ഓതും, പക്ഷേ അത് വിട്ടുകിടക്കൂല. തറാഖിയഹും, അവരുടെ തൊണ്ടൻകുഴികളെ. ഹബീബ നബി പറഞ്ഞില്ലേ, യഖറഊനൽ ഖുർആന യഹ്ഖിറു അഹദുക്കും ബിസലാത്തിഹി. മനസ്സിലായില്ലേ?
ബിസ്വല. അവരുടെ നിസ്കാരം വെച്ച് നോക്കിയാൽ നിങ്ങളുടെ നിസ്കാരം നിസ്സാരമായ നിസ്കാരമാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഒരു കാലുണ്ട്, അവസാന കാലം. ആ കാലത്ത് ചില ആളുകൾ വരും, യുസല്ലൂന, നിസ്കരിക്കും, ഹജ്ജൂന ഒക്കെ മക്കല്ല ഹബീബ നബി പറയാ. അവരെല്ലാ അമലുകളും ചെയ്യും. നോമ്പ് വിൽക്കും, ദായിമൻ നോമ്പ്, ദായിമൻ നോമ്പ്, ദായിമൻ സദഖ, ദായിമൻ ഹജ്ജ്. എല്ലാ കൊല്ലം ഹജ്ജിന് പോവും, എല്ലാ കൊല്ലം ഉംറക്ക് പോവും. ഉംറക്ക് 6 മാസം കൂടുമ്പോൾ 2 വട്ടം പോവും. ഒരു ഹജ്ജ് കഴിഞ്ഞാൽ അടുത്ത ഹജ്ജിന് ഇനി ഒരു 11 മാസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് നിർപ്പിട്ടൂല. ഇടക്കിടക്ക് എന്ത് ചെയ്യും? ഹജ്ജിന് പോവും. മുത്തുനബി ആകെ ചെയ്തത് ഒറ്റ ഹജ്ജാണ്. ഖദീജ ബീബി ഹജ്ജോട് ചെയ്തിട്ടില്ല. ഉമ്മുൽ മുഅ്മിനീൻ അൽ കുബ്ര ഹജ്ജ് നിർത്താൻ വേണ്ടി പറയല്ല, ഹജ്ജിന് പോകാതൊക്കെ വേണ്ടി പറയല്ല. ഇതൊന്നും ഒരു വർത്താനല്ല, ഇതൊന്നും ഒരു വർത്താനല്ല. പറഞ്ഞത് നിങ്ങൾ മനസ്സിലായില്ലേ? ചിന്തിക്ക്. അങ്ങനത്തെ ഒരു വിഭാഗം ഇവിടെ അവസാന കാലത്ത് വരും. യഹ്ഖറു അഹദുക്കും സ്വലാത്തഹു ബി സ്വലാത്തിഹിം. നിങ്ങളിൽ ഒരാൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവന്റെ നിസ്കാരത്തെ അവൻ നിസ്സാരമായി കണക്കാക്കും, ബി സ്വലാത്തിഹിം, അവരുടെ നിസ്കാരത്തിലേക്ക് ചേർത്തുകൊണ്ട്. അതായത് ഓലെന്താ നിസ്കാരം, ഓലെന്താ സ്വതക്ക, ഓലെന്താ നോമ്പ്, ഓലെന്താ ഉംറ ഹജ്ജ്, ഓലെ പറ്റിയൊന്നും പറയണ്ട. മൂപ്പരും പെണ്ണുങ്ങളും മാസാമാസം ഉംറക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? എന്തിനാ അതൊക്കെ പറയണത്? ഞാൻ ജനിച്ച ഗ്രാമത്തിൽ ഏറ്റവും സ്വാലിയ മനുഷ്യൻ എൻ്റെ വല്യാപ്പായിരുന്നു. എൻ്റെ അറിവിൽ, ഞാൻ മനസ്സിലാക്കിയ ജനങ്ങളെ അറിവിലും, ഞാൻ ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ഒക്കെ എൻ്റെ വല്യാപ്പാൻ്റെ മക്കളെ പറഞ്ഞാൽ ഒക്കെ മുത്താലിമീങ്ങളാ. ഞാൻ ജനിച്ച ഗ്രാമത്തിൽ ആ ഗ്രാമത്തിലുള്ളവർക്ക് മുഴുവനും അലിഫ് മുതൽ പഠിപ്പിച്ച അക്ഷരം എൻ്റെ വലിയ പഠിപ്പിച്ചതാണ്. അവർക്കൊക്കെ ഖുർആൻ പഠിപ്പിച്ചതും എൻ്റെ വല്യാപ്പനെയാണ്. ആ നാട്ടിലെ ഒരു സ്വാലിയ മനുഷ്യൻ എന്ന് കണക്കാക്കുന്ന, ഏറ്റവും സ്വാലി എന്ന് കണക്കാക്കുന്ന, അവലംബിക്കാവുന്ന ഒരാൾ എൻ്റെ വല്യാപ്പായിരുന്നു. ഈ മനുഷ്യൻ ചെയ്തത് ഒരജ്ജ. ആ അജ്ജിന് പോയപ്പോൾ ഉംറ ചെയ്തു, അല്ലാത്തൊരു ഉംറയോട്ട് ചെയ്തിട്ടില്ല. അത്യാവശ്യം ജീവിക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ള ആളുമായിരുന്നു. അക്കാലത്ത് അങ്ങനത്തെ നാട്ടു നടപ്പില്ല. അക്കാലത്ത് സ്ഥിരമായ ഒരു ഹജ്ജിന് പോകാൻ എന്ന നാട്ടു നടപ്പ് അക്കാലത്തില്ല. ഒരു ഹജ്ജ് ചെയ്യും, അന്ന് ഉംറയും ചെയ്യും, പിന്നെ ആ മക്കത്തെ മഹത്വം പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അപ്പൊ അതിനെ ആലോചിച്ച് കഴിയും. എന്തില്ല പറയും? ഹജ്ജിന് പോക്കില്ല. ആരെങ്കിലും പോയെങ്കിലുണ്ട്. 99.4 മനുഷ്യന്മാരും അക്കാലത്ത് ഒരു ഹജ്ജിന് പോകും. ആ ഹജ്ജിന്റെ സമയത്തും പിറക്കുമ്പോൾ ഇന്നോ അവരൊക്കെ ഏറ്റവും വലിയ സ്വാലിഹീങ്ങളായിരുന്നു. ഇന്നോ നാട്ടിലെ തമ്മാടി വരെ 1, 2, 3, 4 ഹജ്ജും ചെയ്തിട്ടുണ്ടാവും. എണ്ണിയാൽ ഒടുങ്ങാത്ത ഉംറ ചെയ്തിട്ടുണ്ടാവും. ആണോ അല്ലേ? ഒരു ഉംറ ഗ്രൂപ്പിൽ പോയാൽ നിർബന്ധമായും അവര് 5 ഉംറ ചെയ്തു കൊടുക്കണം, ഇല്ലെങ്കിൽ അവർക്ക് പൈസ കൊടുക്കൂല. പിന്നെ ഞങ്ങൾ പോയി ഇറച്ചെന്ന് പറഞ്ഞാൽ പോണ വേറെയും ഉംറകൾ. ലിമോസിനെ വിളിച്ചിട്ട് നേരാണ് ആയിഷ പള്ളിയിൽ പോയാൽ ഇറാൻ കെട്ടിന് വരാനോ? മനസ്സിലായില്ലേ പറഞ്ഞത്? എന്റെ വലിയ പന കാലത്ത് ലിമോസിനുമില്ല, ഒരു മോസിനുമില്ല, ഒന്നുമില്ല. അതിന് പോകാനുള്ള പൈസയില്ല. മദീനത്തേക്ക് പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് മക്കത്തുനിന്ന് നടന്നതാ. മദീനത്തേക്ക് ചാടിപ്പോയി, കെട്ടുപോയി, അല്ലെങ്കിൽ ചാടിപ്പോയി. ഇന്ന് മക്കത്ത് മദീനത്തേക്ക് നടന്നു, മദീനത്ത് മക്കത്ത് തിരിച്ചു നടന്നു. അങ്ങനെയാണ് അക്കാലത്ത് ജനങ്ങളൊക്കെ അങ്ങനെയാണ്. അവരൊരു ഹജ്ജയും ഒരു ഉംറയും മുത്തുനബിന്റെ ഒരു വട്ടം പോകും, കാര്യം ഇന്ന് ഹജ്ജല്ലാത്തൊരു പണിയില്ല, ഉംറല്ലാത്തൊരു പണിയില്ല. ഹബീബ നബി പറയാണ്, ഒരു കാലഘട്ടം വരുന്നുണ്ട്, അന്ത്യകാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിങ്ങളിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഇത് ആരോടാ പറയണത്? നിങ്ങളിൽ ഒരാൾ എന്ന് പറയുന്നത് ആരോടാണ്? സ്വഹാബികളോട് പറയാണ്. യഹ്ഖിറു അഹദുക്കും ബി സ്വലാത്തിഹി സ്വലാത്തഹു ബി സ്വലാത്തിഹിം. നിങ്ങളിൽ ഒരാൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരാൾ സ്വന്തം നിസ്കാരത്തെ നിസ്സാരമാക്കും, അവരുടെ നിസ്കാരത്തിൽ ചേർത്താൽ. അതായത് 1400 കൊല്ലം കഴിഞ്ഞൊരു കൂട്ടർ ഇവിടെ വരുന്നുണ്ട്. ഉദാഹരണം 1400 ഉദാഹരണം. ആ ജനങ്ങളെ കാലത്തെ നിസ്കാരവും നോമ്പും ദിക്റും തസ്ബീഹും ഹദ്ദാദും പാട്ടും ബെയ്ത്തും കേട്ടാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അമലുകളെ നിസ്സാരവൽക്കരിക്കും. യഖ്റഊനൽ ഖുർആന, അവർ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കും. ലാ യുജാവിസു തറാഖിയഹും, അതവരുടെ തൊണ്ടം കുഴികളെ വിട്ടിറക്കൂല, ഇങ്ങോട്ടിറങ്ങേയില്ല. തൊണ്ടം കുഴിന്റെ അടിയിൽ എന്താ ഉള്ളത്? തൊണ്ടം കുഴിന്റെ അടിയിൽ എന്താ ഉള്ളത്? നൂറിറങ്ങ. തൊണ്ടം കുഴിന്റെ അടിയിൽ 2 ഉണ്ട്, അത് നൂറല്ല. ഇറങ്ങ, മനസ്സിലായില്ല? കഞ്ഞിയും ചോറും ഇറങ്ങുന്ന സാധനമാണ് ഇത്.
പിന്നെ തൊണ്ടൻകുഴിന്റെ താഴത്തേക്ക് ഇറങ്ങണ ഒരു സാധനം നൂറാനിയത്താണ്. അത് ഇവിടേക്ക് ഇറങ്ങൂല, അത് ഇവിടേക്ക് ഇറങ്ങുള്ളൂ. മനസ്സിലായില്ല? തൊണ്ടൻകുഴിയിൽ നിന്ന് 2 സാധനം ഇറങ്ങും. തൊണ്ടൻകുഴിയിലൂടെ കഞ്ഞി ചോറും അങ്ങോട്ട് പോവില്ല. അതിനങ്ങനെ ഇറങ്ങൽ ഹബീബ നബി മദഹ് ചെയ്തിട്ടില്ല. സ്വന്തം വയറിനേക്കാൾ മനുഷ്യൻ മോശപ്പെട്ട ഒരു പാത്രവും നിറച്ചിട്ടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ തൊണ്ടൻകുഴിയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്നതിൽ നിന്ന് ഹബീബ നബി പ്രശംസിച്ച് പറഞ്ഞാൽ തൊണ്ടൻകുഴിയിൽ 2 പാത്രമേ ഉള്ളൂ. ഒന്ന് വയറ്, ഒന്ന് കൽബ്. ഖുർആൻ വയറ്റിക്ക് ഇറങ്ങണല്ല. ഖുർആൻ എവിടേക്ക് ഇറങ്ങണാണ്? കൽബ്. ഇനി ഇറങ്ങൂല. എന്നാലോ അവരുടെ അമലുകൾ കണ്ടാൽ സ്വഹാബി പോലും വിചാരിച്ചു ഇങ്ങനത്തെ അമലൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ വയ്യ. എങ്ങനെയുണ്ട്? ഹബീബ നബി പറയാണ്, നിങ്ങളിൽ ഓരോരുത്തരും നിസ്സാരമാക്കും സ്വലാത്തഹു, അവന്റെ നിസ്കാരത്തെ, ബി സ്വലാത്തിഹിം, ആ കാലത്തെ ആഖിർ ജമാന ജനങ്ങളിലെ നിസ്കാരത്തിലേക്ക് ചേർത്താൽ ഖുർആനെ നിസ്സാരവൽക്കരിക്കും. ഇത്തരമൊന്നും ഞങ്ങൾ ഓതുന്നില്ല നിങ്ങൾ പറയും. പക്ഷെ ഇത് തൊണ്ടൻകുഴിന്ന് ഇറങ്ങൂല. എന്ത്? അവർക്ക് കൽബ് എന്നവർ ആ സംഗതിയെ പറ്റി അവർ ആലോചിക്കുന്നില്ല. എന്തുകൊണ്ട്? അവരെ ലൈല അവിടെ ഇല്ല. ലൈല പോയാൽ പിന്നെ, ലൈല അമേരിക്കയിൽ പോയാൽ പിന്നെ ലൈലന്റെ മതിലാരെങ്കിലും ചുംബിക്കുമോ? പറഞ്ഞ മനസ്സിലായില്ല? ലൈല പറഞ്ഞത് മനസ്സിലായല്ലോ. ലൈലയുടെ മതിൽ ചുംബിക്കുന്നത് അവിടെ പാർക്കുന്നുണ്ട് ഒരാള്, അയാളോടുള്ള പ്രേമാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പൊ ആ ആളില്ലെങ്കിൽ പിന്നെ ആ മതിലിനോ ആ കൊട്ടാരത്തിനോ ഒരു വിലയില്ല. അല്ല, അങ്ങനെ തന്നെയല്ലേ? ഇതന്നെ നമ്മളീ പ്രശ്നം. അവിടെ ആളില്ല. ആളുണ്ടെങ്കിൽ വിലയുണ്ടാവും. എപ്പോഴാളുണ്ടാവുക? എഴുത്തിബാർ ചെയ്യണം. ലിസാനിന് ഒരു എഴുത്തിബാറുമില്ല, ഒരു വിലയില്ല, ഒരു പരിഗണനയും അള്ളാന്റെ ലോകത്ത് ലിസാനിനില്ല. നല്ലേ ഇതുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഈ പറയണത്. ആ പീടിയന്റെ മേലെ കയറി ഒരു ദിക്കറും ചെല്ലാതെ ഒരു മനുഷ്യൻ മേപ്പെട്ടൊക്കിരിക്കുമ്പോൾ നമ്മളെ വിചാരം ആ മനുഷ്യൻ ദിക്കറില്ല എന്നാണ്. ആ മനുഷ്യന്റെ ഹുദൂർ എന്ന ദിക്കറാണ്. കാരണം ആ മനുഷ്യന്റെ ഓരോ രോമക്കുത്തിലും അള്ളാഹു എന്ന പ്രസരണമുണ്ട്. കാരണം കൽബിൽ ആരുണ്ട്? അള്ളാഹു. ഇതന്നെ നമ്മളെ പ്രശ്നം. തന്നെ പ്രശ്നം. ഒരു 2 ദിവസങ്ങൾ വെള്ളിയാഴ്ച വരുമെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിക്കറെല്ലാം പറയും. ഉസ്താദേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ തമ്മിൽ അയൽക്കാരാണ്. നല്ല ബന്ധത്തിലാണെങ്കിൽ ഇതാ മുനിയർ എന്നെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമാണ്, അയൽക്കാരുമാണ് എങ്കിൽ ഇജ് കുടുങ്ങിയ നേരത്ത് ഇജ് കുടുങ്ങിയെന്ന് ഇജിനോട് പറയേണ്ടി വരില്ല. ഞാൻ ഉള്ളോനാണെങ്കിൽ. അതേ സമയത്ത് അല്ലാത്ത സമയത്ത് നടക്കുമ്പോൾ വരെ അസ്സലാം വലൈക്കും എന്നറിയില്ല. അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞാൽ മര്യാദക്കൊരു വലൈക്കും അസ്സലാം എന്ന് പറയില്ല. അങ്ങനത്തെ കുടുങ്ങിയപ്പോൾ വന്നു എന്ന് പറഞ്ഞു, മുലാളി എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വൈകുന്നേരത്തിന് വിളിക്കാം, ഞാൻ വൈകുന്നേരം 4 മണിയാകുമ്പോൾ വിളിക്കാം. എൻ്റെ നമ്പർ ആ പഴയ നമ്പർ തന്നെയല്ലേ? വിളിക്കാം. ഇജ്ജ് പോയിക്കോ. ഇജ്ജ് പോയാലപ്പോൾ പെണ്ണുങ്ങളോട് പറയാം, കുത്തി തരുന്നു വന്ന് കറിയാൻ ഒരു ദിവസം നമ്മളെ വരും. നടക്കട്ടെ. ആണോ അല്ലേ? ഓടുന്നതിനെ ഒരു ദിവസം 10,000 ദിക്ർ ചെല്ലിന് ഒരു മാനല്ല സൈദോമതെ. എന്നോടടക്കാണ് ഈ പറയണത്. അല്ല കൊടുത്തോ, ഞാൻ എന്നെ കുറ്റം പറയല്ല. ഒന്നാമത്തെ കുറ്റവാളി ഞാനാണ്. ഇതൊക്കെ ഞാനും മനസ്സിലാക്കാൻ നേരം പോയി. ഒരു ദിവസം നമ്മളെ പരാജയപ്പെടുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി 10,000 ദിക്ർ ചെല്ലിയ പോയി പണിയാക്കി കൂടെ ചങ്ങായിമാരെന്ന്. നിങ്ങൾ അള്ളാന്റെ കൊട്ടാരത്തിൽ വന്ന് കരയാണ്. എന്ത്? ഈ അള്ളാനെ കണ്ടമുണ്ടാത്തൊരങ്ങൾ. എന്നിട്ട് അവസാനം കൊട്ടാരത്തിൽ വന്ന് കരയാ കുടുങ്ങിയിരിക്കണ്. അപ്പൊ എന്താ പറയാ? പറയേണ്ട എന്താ? അള്ളാഹ് നിന്റെ കൽബിലില്ല. ഒരു മനുഷ്യൻ സുബ്ർ ശുക്ർ രണ്ടും ഒരു മനുഷ്യന് വേണം. എന്ത് ഇങ്ങോട്ട് നോക്ക്. എന്ത് വേണം? ഇങ്ങോട്ട് നോക്കാം. ബാക്കിലുള്ള ആളുകൾ എന്നെ തന്നെ നോക്കണം. ചാരിയിരിക്കാനുള്ള സൗകര്യത്തിനാണ് വന്നിരിക്കരുത് കേട്ടാ. ഒന്ന് കയറിയിരിക്കി. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്
കേറിയിരിക്കേ സിറാജ് അങ്ങോട്ട് കേറവിടുന്ന്. ആ പുറത്തുള്ള ആളുകൾക്ക് കഴിയെങ്കിൽ ഇതിനുള്ളിൽ കയറിക്കളി. പുറത്ത് ഇബിലീസ് നിൽക്കുന്ന സ്ഥലമാണ്. സൗകര്യമുള്ളവരും ഇങ്ങോട്ട് കയറിക്കളി. ഇതാണ് സ്ഥലം. ഇവിടെ ഈ കെട്ടിൻ്റെ ഉള്ളിലാണ് എല്ലാ ബർക്കത്തുള്ളത്. പുറത്തില്ല. പുറത്തിരിക്കണമെങ്കിൽ അതിന് ഉതിർ വേണം. ഇത് കേക്കലല്ല, ഇതിൻ്റെ ഉള്ളിലൊരു ബർക്കത്തുണ്ട്. അള്ളാന്റെ മജ്‌ലിസാണ്. ഇതിന് മജ്‌ലിസ് എന്നറിയും. ഇതിങ്ങനെ കെട്ടിണ്ടാക്കാൻ ലക്ഷക്കണക്കിന് ഉറുപ്പ്യേൻ്റെ ചെലവാ. അത് അതിൻ്റെ ആളുകൾക്ക് ഒരു നിയ്യത്തുണ്ടാവും. ഒരു നല്ല പൈസ അയച്ചതായിരിക്കും. അതുകൊണ്ട് അത് നിലനിന്നത് അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ വിഷയത്തിലേക്ക് തിരിച്ചു വരി. രണ്ട് ഇറ് വേണം. ഒന്ന് സൊബറും ഒന്ന് ശുക്രും. രണ്ടും മനുഷ്യന് വേണം. ഇതിൽ സൊബർ ശുക്ർ എന്താ അതിൻ്റെ അർത്ഥം? നന്ദി, ക്ഷമ. ഇതിൽ മുഅ്മിനീങ്ങളുടെ പ്രത്യേകത എന്താ? ഏറ്റവും വലിയ അടയാളം എന്താ? അന്തം വിട്ടവരെ, മുഅ്മിനീങ്ങളുടെ പ്രത്യേകത ശുക്രാ. എടാ സോബർ ഗോപാലനും ചെയ്യൂലേ. കുടുങ്ങി ഇനി നമ്മളാണ് ക്ഷമിക്കുക എന്ന് മോനും പറയില്ലേ. ക്ഷമിക്കാത്ത ആളാര അത് ക്ഷമിക്കൂലേ. നിങ്ങളിന്റെ കൂടെ വരണം. ക്ഷമ ആരും ചെയ്യൂലേ. ക്ഷമിക്കാത്ത മനുഷ്യന്മാരും കുടുങ്ങിയ എന്താ ക്ഷമിക്കുക. നമ്മളെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിനെതിരെ പല ആരോപണവും വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയോട് രാത്രി പറയുമ്പോൾ വാക്കെന്തായിരിക്കും? അവസാനം ഭാര്യയുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ എന്താ പറയാ? ഇതൊക്കെ ഏത് കാലത്തും നടന്നിട്ടുണ്ട്, നമുക്ക് ക്ഷമിക്കുക അല്ലേ പറയാനുള്ളത്. ഇതുകാരനാരനാണെങ്കിലും അതല്ലേ പറയാനുള്ളത്. CH മുഹമ്മദ് വാക്കും തന്നെയല്ലേ പറയാനുള്ളത്. ആർക്കും പറയാനുള്ളത് ക്ഷമ എന്നത്. ക്ഷമക്കിന് വേറൊരു പോട് അർത്ഥമുണ്ട്. ആ തലത്തിലേക്ക് പോകണം. ക്ഷമ എല്ലാവർക്കും ഉണ്ട്, ശുക്ർ ഉണ്ടാവില്ല. കുടുങ്ങുമ്പോൾ റബ്ബിനെ ഓർക്കാത്ത ഒരാളില്ല. ദൈവേ ഗുരുവായൂരപ്പാ എന്ന് പറയാത്ത ഒരാളില്ല. അയാൾക്കതേ അറിയുള്ളൂ. കുടുങ്ങിയപ്പോ യശോദക്കുട്ടി അതിനെ പറയാ എന്ത്? ദൈവേ ഗുരുവായൂരപ്പാ. കുടുങ്ങിയ പറയുന്ന ഓർത്തല്ലേ. കുടുങ്ങുമ്പോ പഠിച്ചോനെ. ഇതാണ് മുമ്പിന്റെ പ്രത്യേകത. കുടുങ്ങുമ്പോ പറയേണ്ടി വരില്ല. അള്ളാന്റെ കൂട്ടുകാരനാണെങ്കിൽ നിന്റെ കാര്യം നടത്തൽ അള്ളാന്റെ ഉത്തരവാദിത്തമാവും. മുമ്പിന്റെ പ്രത്യേകത ഏതാ സുഹൃത്ത്? ഖലീലുൻ وقليل من عبادي الشكور. ഏറ്റവും നന്ദി ചെയ്യുന്ന ആളുകൾ എൻ്റെ അടിമകളിൽ ഏറെ കുറവാണ്. അധ്യായത്തിന്റെ എത്രാമത്തെ ആയത്താ മോനെ എന്ന് പറഞ്ഞ? 13 സബയിൽ 13. യാസിന്റെ മുകളിൽ, ഫാത്തിറിന്റെ മുകളിൽ. യാസിന്റെ മുകളിൽ ഫാത്തിറിന്റെ മുകളിലാണ് സബ. യാസിന്റെ മുകളിൽ ഫാത്തിർ, ഫാത്തിറിന്റെ മുകളിൽ സബ. സബ 13-ാമത്തെ ആയത്ത്. എന്റെ അടിമകളിൽ ഏറെ നന്ദി ചെയ്യുന്നവർ കുറവാണ്. ആ കുറവിലാണ് പെടുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ എന്റെ ഭയങ്കര നിഅമത്താണ്. അന്ന് ഏറ്റവും ഓർത്തത് അള്ളാനെയാണ്. കുടുങ്ങൂല. ഭയങ്കര ലാഭം കിട്ടി. അന്ന് ഏറ്റവും ഓർത്തത് അള്ളാനെയാണ്. അന്ന് എനിക്ക് കരഞ്ഞിട്ട് വയ്യ. എടാ കുടുങ്ങിയാൽ ആരുടെ കരയാത്ത്? ജയിച്ചെന്നല്ലേ കരയുണ്ട്. ചെറുപ്പേ മനസ്സിലല്ലേ? തോറ്റാൽ ആരാ കരയാത്ത്? ഇജും ഗോപാലനും ഗൾഫ് പോയി. രണ്ടാളും ഒരു കമ്പനി ജോലി. കമ്പനി എന്ത് ചെയ്തു? കമ്പനി 2 കൊല്ലായി. 2 കൊല്ലം കഴിഞ്ഞാൽ പോകാന്ന് വിചാരിച്ചു. പറ്റൂലാറും. 3 കൊല്ലായി. പറ്റൂലാറും. 4 കൊല്ലായി. പറ്റൂലാറും. ഇവിടുന്ന് വിടൂലാറും. വലിയൊരു പൈസ കമ്പനി കിട്ടാനുണ്ട്. അവസാനം പോരുമ്പോഴേ കിട്ടുള്ളൂ. പാസ്പോർട്ടും തരൂല, പൈസയും തരൂല.
അപ്പൊ എന്താ ചെയ്യാ? ഇജും ഗോപാലിനും നട്ടപ്പാതിരക്കണീറ്റ് കാര്യം. രണ്ടാളും രണ്ട് ദൈവത്തിനെ വിളിക്കും, എന്നാലും കാര്യം ദൈവേ പഠിച്ചോനെ. രണ്ടാളും കഴിയും. ഗോപാലിന് കുട്ടുകുട്ടോ കഴിയും, കരഞ്ഞുകൊണ്ടേയിരിക്കും. അമ്മോട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കും. കുടുങ്ങിയ കരയാത്തോൻ ആരുടെ ജയിച്ച നഗരമാണ്. അതേ സമയത്ത് അന്ന് അമ്മൂട്ടി കരഞ്ഞില്ല. അമ്മൂട്ടി വീട്ടിൽ വന്ന് എത്തി, ഭാര്യനെയും മക്കളെയും കണ്ടു. പിറ്റേന്ന് സുബഹിക്ക് കരഞ്ഞു വീണു. അത് മുമ്പിൻ്റെ അടയാളം. കരഞ്ഞിട്ട് വീണു. ഭാര്യനെ കുട്ടികളെ കണ്ടപ്പോൾ കരഞ്ഞു, ഉമ്മാനി ബാപ്പാനി കണ്ടപ്പോൾ കരഞ്ഞു, പൊട്ടി പൊട്ടി കരഞ്ഞു. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ മുസാഫർ ഖാനെ പള്ളിയിലേക്ക് പോകാനെന്ന് കയറി മൂത്രിക്കാൻ കാര്യം അമ്മയും ബാപ്പയും വിചാരിച്ച് മൂത്രിക്കാനല്ലോ കരയാൻ കയറിയതാ. പൊട്ടി പൊട്ടി കരഞ്ഞു. ഉറപ്പല്ല, ഇത് നിനക്കല്ലാതെ ഇത് ചെയ്തു തരാൻ കഴിയില്ല, ഒന്നല്ല പോകാൻ കഴിയൂല എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു ദിവസം പെട്ടെന്ന് കഫീൽ പറഞ്ഞു, എൻ്റെ പൈസ ഇതാ, എൻ്റെ പാസ്പോർട്ട് ഇതാ, പോയിക്കോ. മനസ്സിലായോ? എയർപോർട്ടിൽ വന്നിറങ്ങി കരഞ്ഞു. പൊല്ലത്തിലെത്തും. കരിപ്പൂരിന്റെ മണം കണ്ട കരഞ്ഞു. കരിപ്പൂര് എന്ന സാധനം ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന നേരത്ത് നമ്മൾ ആ ഗ്ലാസ് വിൻഡോയിലൂടെ കരിപ്പൂരിനെ എൻ്റെ ആ ഷെക്കിൽ എങ്ങനെ വേണം അപ്പൊ കരയും. മുസാഫർ ഖാൻ എൻ്റെ പള്ളി കയറിയാൽ മൂത്രം പാത്താൻ കയറി എന്ന് പറഞ്ഞാൽ കയറുക. ബാക്കിയുള്ളവർക്ക് കൊണ്ടോട്ടി പോയിട്ട് നല്ലൊരു ഒരു ഇറച്ചിഞ്ച് പട്ടനും ജാബ്സും അടിക്കണം വിചാരിച്ചാൽ കുട്ടികൾ വണ്ടി കുത്തിരിക്കണത്. അപ്പൊ അതുകൊണ്ട് ബാപ്പ കക്കൂസ് പോയിട്ട് പിന്നെ മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ കുട്ടിയൊക്കെ വേച്ചാറോ. അപ്പനെ കാണാനല്ലോ, അപ്പനെ കാണാൻ ബാപ്പ അവിടുന്ന് ഗൾഫിക്ക് പോകണമല്ല. ഒല പേടി മട്ടൻ ജാബ്സ് കിട്ടുമോ നേരെ പോകുമെന്നുള്ളതാണ്. അതേസമയം ഓനോട് എന്തുകൊണ്ട് നന്ദി, ഇത് മുഅ്മിനാണ്. ഇതെല്ലാവരും ചെയ്തോളുന്നില്ല, ഇത് മുഅ്മിനീങ്ങൾ ചെയ്യൂ. കുടുങ്ങിയാൽ ആരും കരയും, ജയിച്ചാൽ മുഅ്മിനീങ്ങളെ കരയൂ. അതൊരു കരച്ചില്ല, അതാ കരച്ചിൽ. ഒരു ഖൈറായ കാര്യം താൻ അനുഭവിച്ചാൽ അൽഹംദുലില്ലാഹ് ഹംദൻ തയ്യിബൻ മുബാറകൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ് എന്ന് പറയുന്നവർ, ദായിമായി പറയുന്നവർക്ക് നീ കൈയൊന്നും പോക്കണ്ട. അതോ ഞാൻ കരിഞ്ഞു. പിറ്റേന്ന് രാവിലെ അവൻ്റെ വീട്ടിൽ പോയി ഒരു ദിവസം കിടന്നുറങ്ങി. പിറ്റേന്ന് സുബഹി നിസ്കരിക്കാൻ പോകുമ്പോൾ കരയാ, പള്ളിയിലിരുന്ന് കരയാ, സുബഹി നിസ്കരിച്ചിട്ട് കരയാ. മുല്ലാക്കി മൂലയിൽ ഓനെ കാണാൻ നിൽക്കുക. ഒന്നര ഗൾഫിൽ നിന്നിട്ടുള്ളൂ. ഓനെ കരവും കരിച്ച് കിട്ടണില്ല. അവന് കരയാ എന്ത് ഓനെ കലീല. മനസ്സിലായില്ലേ? ചിന്തിക്കണം, ചിന്തിക്കുക. നേരെ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഒരുത്തന്നെ 2 ലക്ഷം ഉറുപ്പിക എടുത്ത് വിസക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പം കരയും, അപ്പേ കുറച്ചോനെ 2 ലക്ഷം. അതാ മഹലിലുള്ള എല്ലാവരും കഴിയും. ആണോ അല്ലേ? പറേ ഇതടെ മുഅ്മിൻ. ദീനിന്റെ പേര് സബറിന്റെ മാർഗം എന്നല്ല, പിന്നെന്തിന്റെ മാർഗം? ശുക്രന്റെ മാർഗം, സബറിന്റെ മാർഗം. ഇന്നാ ഹദൈനാഹു السبيل إما شاكرا وإما كفورا هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا إنا هديناه السبيل. ഓക്കെ, എല്ലാവരും ഒന്നിച്ചു ഓർക്കെ. إنا هديناه السبيل إما شاكرا وإما كفورا. നിങ്ങൾക്ക് ഞാൻ വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്നിരിക്കൽ നന്ദിയുടെ മാർഗം, അല്ലെങ്കിൽ നന്ദി കേടിന്റെ മാർഗം. രണ്ടിന്റെയും ഇടയിൽ സ്വതന്ത്രരായി മനുഷ്യരാശിയെ നിങ്ങളെ നിർത്തിയിട്ടുമുണ്ട്. രണ്ടിനും നടുവില. നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് പോകാം. നിങ്ങൾക്ക് സ്വർഗത്തേക്ക് പോകാം, നരകത്ത് പോകാം. നന്ദിക്ക് പോകാം, നന്ദി കൊണ്ട് പോകാം. ദീനിന്റെ പേര് എന്ന് പറഞ്ഞാൽ സബീലു ശുക്ർ, നന്ദിയുടെ മാർഗം. ദീൻ സുബ്രാരും ചെയ്യും. എന്തോ പറഞ്ഞോ? രണ്ട് കാര്യമാണ്, സബറും ശുക്രും. സബറ് നിസ്വാണെങ്കിൽ ശുക്ർ കുല്ലാണ്. കാരണം ദീനിന്റെ പേരിന് എന്താണ്?
ദീനിന് സബറിന്റെ മാർഗം നല്ല പേര് പറയൂട്ടി. ശുക്രന്റെ മാർഗം എന്റെ കൂടെ ഇങ്ങോട്ട് നോക്ക്. إنا هديناه السبيل إما شاكرا وإما كفورا. നിങ്ങളുടെ മുന്നിൽ രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്നിരിക്കൽ നന്ദിയുടെ മാർഗം, അല്ലെങ്കിൽ നന്ദികേടിന്റെ മാർഗം. നന്ദികേടിന്റെ മാർഗം നരകത്തിലാണ്, നന്ദിയുടെ മാർഗം റബ്ബിന്റെ പൊരുത്തത്തിലുമാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അള്ളാഹു ആ കൂട്ടത്തിലെ ഞങ്ങളെ പെടുത്തട്ടെ. അള്ളാഹു ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. അള്ളാഹു ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. ചിന്തിക്ക്. ഹബീബായ റസൂലുള്ളാഹി സ്വഹാബികളിൽ നിന്ന് അനന്തും ആരാ? ഞങ്ങൾ മുഅ്മിനൂന യാ റസൂലല്ലാഹ്, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് നബിയേ. ഒരു കുസൃതി ചോദ്യം, ഒരു കാര്യഗൗരവമുള്ള ചോദ്യം. ഹബീബായ നബിന്റെ മുന്നിൽ സ്വഹാബികൾ ഇരിക്കുക. മനന്തും നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ മുഅ്മിനൂന യാ റസൂലല്ലാഹ്, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് നബിയേ. അപ്പൊ ചോദിച്ചു അലാമത്ത് ഈമാനിക്കും മുഅ്മിനീൻ തെളിവെന്താ? അപ്പോൾ പറഞ്ഞു നസ്ബിറു ഇൻദൽ ബലാഇ വനശ്കുറു ഇൻദർ റഖാഇ വനല്ലാ ബിമവാഖിൽ ഖലാഇ. ഇത് രണ്ടും ശുക്റാണ്, മൂന്നും ശുക്റാണ്. നസ്ബിറു ഇൻദൽ ബലാഇ, ആപത്തിൽ ഞങ്ങൾ ക്ഷമിക്കും. ഒന്ന്. വനശ്കുറു ഇൻദർ റഖാഇ, നേട്ടത്തിൽ ഞങ്ങൾ നന്ദി ചെയ്യും. വനല്ലാ ബിമവാഖിൽ ഖലാഇ, എന്ത് ഖലായിലും ഞങ്ങൾ തൃപ്തിപ്പെടും. അത് ശുക്റാണ്. ദീനാ ശുക്രല്ലേ? അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ പെടുത്തട്ടെ. എന്തും നിങ്ങൾ എന്നെ തച്ചൊന്നാലും എനിക്ക് സന്തോഷമാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അങ്ങനെ ഒരു പെണ്ണ് പറഞ്ഞാൽ ആ പെണ്ണ് ഭർത്താവിൻ്റെ ആളാണ്. മറ്റേ കൈയൊന്നിച്ച് പറഞ്ഞു, ആ കൈ ഇപ്പൊ പൊന്തിച്ചാൽ ഇപ്പോൾ ഞാൻ മറുപടി ഒന്നും പറയില്ല, ആയിക്കോട്ടെ. പിന്നെ ആ കൈ 2 ആഴ്ച ആവശ്യത്തിൽ വരും, എൻ്റെ ആങ്ങളാരോട് വരും. കയ്യുമാനെ കൊടുക്കാൻ വേണ്ടി കൈയ്യട് പൊന്തിച്ചു. പൊന്തിക്കൽ സുന്നത്താണെന്നൊന്നും ഈ പറഞ്ഞതിന് മാനല്ലട്ടെ, ഞാൻ മനസ്സിലാക്കണ്ട. കൈയ്യട്ട് കൊടുക്കാൻ വേണ്ടി പൊന്തിച്ചപ്പോൾ ഓള് പറഞ്ഞ്, നിങ്ങളിന്നെ തച്ചുന്നാലും എനിക്ക് സന്തോഷമാണ്, നിങ്ങളെ കൈയോണ്ട് മരിച്ചോളി, അതെന്തോന്നാണ്. ഓളാണ് പറഞ്ഞോളൂ, ഓളാണ് പെണ്ണ്. വളരെ റയർ കേസേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മറ്റതോ കൈ ഒന്നിച്ചോളി, മറുപടി ഞാൻ അടിച്ചപ്പോൾ നിങ്ങളോട് എടുക്കൂല, പക്ഷേ പിന്നെ നിങ്ങൾ 2 ആഴ്ച ആശുപത്രി കിടക്കേണ്ടി വരും. ഞാൻ എൻ്റെ കുഞ്ഞുമാനോടും കുഞ്ഞാപ്പൂനോടും വരാൻ പറയും. ഓൽക്കൊന്ന് തോണ്ടിയിടാൻ മാത്രങ്ങളില്ല. അപ്പോൾ ഓന് കണ്ടിയ താത്തും ചെയ്തു, അതിനാവൂല. കുഴപ്പമില്ല. എൻ്റെ അമ്മായിമാനെ എന്നോട് ചോദിക്കാതെ എങ്ങനെ നിങ്ങൾ അവരുണ്ടാക്കിയ ചുരുത്തം ഏതോ നാട്ടിലും അമ്മായിമ്മ മരിച്ചപ്പോൾ മര്യാദയ്ക്ക് പെരയിൽ വരൂല്ല. അങ്ങനെ അവൻ തെണ്ടി നടക്കുന്നപ്പം അമ്മായിമ്മ മരിച്ചിട്ട് ആരൊക്കെ എവിടെയോ പോയി മണ്ണാർക്കാടോ കോയമ്പത്തൂർ പോയി ആട്ടി പിടിച്ച് കൊണ്ടുവന്ന് ഓനെ വന്നപ്പോൾ മയ്യത്തെ അടക്കാൻ ഒരുങ്ങിക്കുക. അപ്പോൾ ഓൻ പറഞ്ഞേ ആരോട് ചോദിച്ചിട്ട് അവരുണ്ടാക്കി ചോദിച്ചു. അല്ല ഞങ്ങൾക്ക് അവരുണ്ടാക്കണ്ടേ എവിടെയെങ്കിലും അതിലെപ്പെടാൻ പറ്റൂല, ഞാൻ പറഞ്ഞോട്ട് അവരുണ്ടാക്കണം. അങ്ങനെ ഓൻ വാശി പിടിച്ചപ്പോൾ 2 ബാല്യക്കാർ 2 ആൾ മെല്ലെ നമുക്ക് സംസാരിക്കാറാണ്, മെല്ലെ കോത്തുപിടിച്ച് തോളി കൂടി പിടിച്ച് പള്ളീൻ്റെ ബേക്കൊക്കെ കൊണ്ടിട്ട് 4 പിടിച്ചു. അപ്പോന് ചിരിച്ച് ഓല 2 ആളെയും കൈ പിടിച്ചോണ്ട് വന്നോണ്ട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോ ഇവര് നാട്ടുകാരെന്ത് വിചാരിച്ചു, ഓലം എന്തോ ഒരു കോംപ്രമൈസായി എന്ന് പറഞ്ഞതുപോലെ ചിന്തിക്ക്. ക്ഷമാൽക്കുണ്ടാവും കുടുങ്ങിയ ചങ്ങായി ക്ഷമിക്കലാതെന്താ? മോമിനിങ്ങളുടെ അടയാളം അവർക്ക് പൈസയും ആരോഗ്യമുള്ള സമയത്താണ്, എല്ലാം ഉള്ള സമയത്ത്. അപ്പം താഴ്ന്നോക്കും. ഒരധികാരം ഉണ്ടാകുമ്പോൾ നാട്ടിൽ ചീത്ത പറഞ്ഞു അങ്ങാടിയിൽ കയ്യൊന്തിക്കണവനും ഒരു പള്ളിൻ്റെ മെമ്പറായാൽ പിന്നെ വർത്താനം പറയില്ല. എന്തുകൊണ്ട്? ഇപ്പോൾ അധികാരം കിട്ടി ഞാൻ തന്നിക്കണം. പെണ്ണുങ്ങളെ തല്ലാൻ നോക്കല്ലേ, പെണ്ണുങ്ങളെ പരമാവധി ഓളി നമ്മളെ ദുർബലയാണ്. അപ്പോൾ ഓള് പറഞ്ഞു കൊടുത്താൽ നോക്കണം. പെണ്ണുങ്ങൾ 2 വാക്ക് പറഞ്ഞാൽ നമ്മൾ 1 വാക്ക് പറയാം, 2 വാക്ക് പറയരുത്. കാരണം ഓളി നമ്മളെക്കാൾ ദുർബലയാണ്, അപ്പോൾ തന്നു കൊടുക്കും. ഏറെ നന്ദിയുള്ളവർ എൻ്റെ അടിമകളിൽ ഏറെ കുറവാണ്. അപ്പോൾ അള്ളാഹുവിന്റെ അടിമകൾ തന്നെ 2 വിഭാഗം. അള്ളാഹിന്റെ അടിമകൾ എന്നാണ് അള്ളാഹിന്റെ അടിമകൾ. അള്ളാഹു ഇഷ്ടപ്പെട്ട പറയുന്ന വിഭാഗമാണ് ആര്? അടിമകൾ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഇബാദ് നല്ല പൊരുത്തപ്പെട്ട് പറയുന്ന വാക്കാണ്. അതിൽ തന്നെ നന്ദിയുള്ളവർ വളരെ കുറവാ, ഏറെ നന്ദിയുള്ളവർ. അവിടെ ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ,
എന്റെ ഇഷ്ടദാസന്മാർ, അവരുടെ മേൽ നിനക്കൊരധികാരവുമില്ല. സൂറത്തുൽ ഇസ്രാ ഇവറായത്. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന. സൂറത്തുൽ ഫുർഖാൻ. ഫുർഖാൻ അല്ലേ മോനെ? ഇവിടെ ഖലീലുൻ മിൻ ഇബാദിയ ശകൂർ. ഏറെ നന്ദിയുള്ളവർ എൻ്റെ അടിമകളിൽ ഏറെ കുറവാണ്. ഒരു മനുഷ്യന്റെ മാത്രം നന്ദിയുള്ളവനൊന്നും പറയേണ്ടി വരില്ല. അവന്റെ കൽബിൽ ആരുണ്ടാവും? അള്ളല്ല നന്ദി ചെയ്യാൻ കഴിയില്ല. അള്ളാഹു കൽബിലുണ്ടെങ്കിൽ. കാരണം കരിപ്പൂര് ഇറങ്ങിയപ്പോഴത്തേനും അവൻ കരഞ്ഞിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. എയർപോർട്ടിൽ തന്നെ ഇറങ്ങി തന്നെ അവൻ വന്നിട്ട് എന്ത് ചെയ്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് കരഞ്ഞിട്ടുണ്ട്. പെട്ടി വരുന്നതിന് മുമ്പ് എന്തേ ആകാശത്തോടെ പറന്നു വന്നു, എൻ്റെ റബ്ബിനെ സംരക്ഷിച്ചു. മായും സിക്കുഹുന്ന ഇല്ല റഹ്മാൻ. റഹ്മാനായ റബ്ബിനല്ലാതെ പറവകളെ സംരക്ഷിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. മനസ്സിലായില്ലേ? ശരി, അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. കരിപ്പൂരി ഇറങ്ങിയപ്പോഴത്തിന് കരഞ്ഞ്, കരിപ്പൂരി കണ്ടപ്പോഴത്തിന് എൻ്റെ റബ്ബിനെ ചിന്തിക്ക്. പിന്നെ അവൻ കരയ എന്തുകൊണ്ട്? അവന്റെ കൽബിൽ അല്ലാഹു ആണ്. പെണ്ണുങ്ങൾ പുറത്താണ്, അല്ലാഹു അകത്താണ്. അല്ലാഹും റസൂലും കൽബിന്റെ ഉള്ളിലാണ്. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്. എവിടെ ആയത്ത്? എടുത്തു നോക്ക്. ഹസ്ബി റബ്ബി. സമയത്രേ? വേഗം കലായോ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. എവിടെ ആയത്ത് മോനെ? മാഷാ അല്ലാഹ്. എൻ്റെ കുട്ടിക്ക് അല്ലാഹു തആല വലിയ ബറക്കത്ത് പറഞ്ഞു. എൻ്റെ കുട്ടിയൊക്കെ അല്ലാഹു തആല വലിയ റഹ്മത്തിന്റെ വാതിൽ ഖുർആൻ കൊണ്ട് തുറന്നു കൊടുക്കണം. നല്ല അള്ളാഹിന്റെ ദീനെ വിൽക്കാത്ത നല്ല ആലിമ്യങ്ങളാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ഹുജറാത്ത് അധ്യായത്തിന് 7-ാമത്തെ ആയത്ത്. വഅലമു, അറിഞ്ഞുകൊള്ളുക, അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളുടെ ഉള്ളിൽ റസൂലുള്ളയുണ്ട്. സാഹിബികളുടെ ഈ ആയത്ത് ഫിക്കും കും, നിങ്ങളിൽ. ഇനി അത് അങ്ങനെ തന്നെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുക. മൂമിനാണെങ്കിൽ നിന്റെ ഉള്ളിൽ ഫിക്കും 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 ഫിക്കും. التلفون على الطاولة والتلفون بالطاولة. التلفون على الكوت والتلفون في الكوت. മനസ്സിലായില്ലേ? ടെലിഫോൺ അലൽ കോട്ടി, കോട്ടിന്റെ മേലെ വെച്ചിട്ടുണ്ട്. വത്തൽഫോൺ ഫിൽ കോട്ടി, ടെലിഫോൺ കോട്ടിന്റെ ഉള്ളിലാണുള്ളത്. വഅലമു, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അന്ന ഫീക്കും, നിങ്ങൾ മുഅ്മിനാണെങ്കിൽ നിങ്ങളെ ഉള്ളിൽ ആരുണ്ടാവും? റസൂലുള്ളാഹ്. റസൂലുള്ളാഹ്. നിങ്ങളുടെ ഉള്ളിൽ മുഅ്മിനാണെങ്കിൽ ആരുണ്ടാവും? അല്ലാഹ് ഉണ്ടാവും. എത്രയോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായോ? എത്രത്തോളം പറഞ്ഞു? ഇന്നല്ലാഹു ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും. മറ്റുള്ളത് വാങ്ങുള്ളൂ, കൽബ് വാങ്ങൂല. കൽബിന്റെ ഉള്ളിൽ, കൽബ് ആരുടെ സ്വന്തം ആണ്? അള്ളാഹുവിന്റെ. നിങ്ങൾ മുഅ്മിനാണെങ്കിൽ പിന്നെ ആരുണ്ട് അവിടെ? റസൂലുണ്ട്. വഅലമു അന്ന അലൈക്കുമല്ല വ അന്ന ബിജിവാരിക്കുമല്ല വ അന്ന ഖുദ്ദാമക്കുമല്ല, നിങ്ങളെ മുന്നിൽ റസൂലുണ്ട് എന്നല്ല, നിങ്ങളെ ഉള്ളിൽ. വഅലമു, അറിഞ്ഞുകൊള്ളുക, അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളുടെ ഉള്ളിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ആരാണെങ്കിൽ? മുഅ്മിനാണെങ്കിൽ. ആമിനക്കുട്ടി പുറത്തല്ലേ? കരിപ്പൂര് ഇറങ്ങുന്ന മുമ്പ് ഞങ്ങൾ കാര്യങ്ങളും. കാരണം നമ്മൾ അള്ളാനെ കണ്ടല്ലോ. അങ്ങനെ തന്നെ കണ്ടില്ലോ. ജെർക്കിങ്ങിൽ പെട്ടു. വിമാനപ്പം പൊളിഞ്ഞാടി എന്ന് വിചാരിച്ചു. ഒന്നും പറ്റിയില്ല. എന്തേ ആര് സംരക്ഷിച്ചു? അല്ലാഹ്. അവിടെ കുത്തന്നെ കള്ളുടിക്കുണ്ടാവും, എന്നാലും അള്ളാഹ് സംരക്ഷിച്ചു. കള്ളിന് മുന്തിരി ഉണ്ടാക്കി കൊടുത്ത അള്ളാഹു, വെള്ളം ഉണ്ടാക്കി കൊടുത്ത അള്ളാഹു, വിമാനം ഉണ്ടാക്കി കൊടുത്ത അള്ളാഹു, അതിന്റെ ചഷകം കൊടുത്ത അള്ളാഹു, ഇതൊക്കെ കൊടുത്ത അള്ളാഹു. എന്നിട്ട് പോകാൻ അള്ളാഹ്ക്കെതിരെ ചെയ്തു. അള്ളാഹു തല അവനെ കുഴിച്ചടിച്ചില്ല. അവൻ റഹ്മാനാണ്. ആണോ അല്ലേ? നിങ്ങളാണെങ്കിലോ? ആ വിമാനം നിങ്ങളതാണെങ്കിൽ, നിങ്ങളാണ് പടച്ചവന്റെ സ്ഥാനത്തെങ്കിലും ആ വിമാനം മറിച്ചിട്ടേ അടുത്ത വിമാനത്തിന്റെ പോക്കുള്ളൂ. വിമാനത്തിൽ ഒരുത്തന്നെ ഒരു പെഗ് കള്ളു കുടിച്ചു. ഞാനൊരു യാത്രയിൽ ഒരു പെഗ് കള്ളു കുടിച്ചു. അപ്പോൾ വഴക്കൂടി പറ്റൂല, എനിക്കൊരു പെഗും കൂടി വന്നാണ്. ഒരു പെഗിന് പൈസ തരുന്നതാണ് എയർ ഹോസ്റ്റസ്. അല്ല, പറ്റൂല. അപ്പോൾ ഇപ്പം പറഞ്ഞു, എന്ത്
എല്ലാവർക്കും ഒരു പെഗ് ഫ്രീ കൊടുക്കാൻ നിങ്ങൾ ടിക്കറ്റിൽ ഞങ്ങളുടെ കയ്യിൽ പൈസ വാങ്ങുന്നുണ്ട്. എന്റെ സഹയാത്രികരിൽ ഭൂരിഭാഗവും മദ്യപിച്ചിട്ടില്ല. അപ്പോൾ അവർ എന്റെ സഹയാത്രിക ആയതുകൊണ്ട് അവരുടെ കുടിപ്പിക്ക് എനിക്ക് അവകാശപ്പെട്ടതാണ്. തിരിഞ്ഞില്ല, അല്ല ലോജിക്ക് മനസ്സിലായില്ല. എന്റെ തൊട്ടപ്പുറത്തൊരുത്തങ്ങത്തിരിക്ക ഓൻ ഒരു പെഗ് ചോദിച്ചു കൊടുത്തു. രണ്ടാമത്തെ പെഗ് എയറോൾസിനോട് ചോദിച്ചപ്പോൾ എയറോൾസ് എന്ത് പറഞ്ഞു? ഇനി നിങ്ങൾ അടുത്ത പെഗ് മദ്യം തരണമെങ്കിൽ പൈസ തരണം. അപ്പൊ പറഞ്ഞു തരൂല്ല. എന്തുകൊണ്ട്? എന്റെ സഹയാത്രികർ എന്റെ കൂട്ടുകാരാണ്. നിങ്ങൾ ഇതിലുള്ള 400-500 ആളുകൾക്കുള്ള ഓരോ പെഗ് കൊടുക്കാനുള്ള പൈസ നിങ്ങൾ ടിക്കറ്റിൽ ഈടാക്കുന്നുണ്ട്. അവരാരും മദ്യപിച്ചില്ല. അപ്പോൾ എനിക്ക് 500 പെഗിലും അവകാശമുണ്ട്. എന്റെ സഹയാത്രികരുടെ മദ്യം എനിക്ക് കുടിക്കാലോ, ഞാൻ പൈസ തരില്ല. അവസാനം കച്ചറുണ്ടാക്കിയപ്പോൾ എയറോൾസിന് ഒരു പെഗ് കൂടി കൊണ്ട് കൊടുത്തു. അപ്പോഴും വിമാനം പോകുന്നെ. എന്റെ മായുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ, റഹ്മാൻ അല്ലാതെ സംരക്ഷിക്കൂല. നിങ്ങളാണെങ്കിൽ പൊളിച്ചളിക്കും. മനസ്സിലായോ? ചിന്ത അള്ളാഹുത്തല നമുക്ക് ബോധം തരട്ടെ. നന്ദിയുണ്ടോ? പേടിക്കണ്ട. പ്രശ്നം എന്താ? നന്ദില്ല. നമുക്ക് നമ്മളെ കച്ചവടം ശരിയാകണം, നമ്മളെ പെൺകുട്ടികളെ കെട്ടിക്കണം, നമ്മളെ കാര്യങ്ങളൊക്കെ ലെവലാകണം. അതിനൊരു പഠിച്ചോന് ആ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു മൂല്യരത്തിന്ന് പറഞ്ഞു 1 ലക്ഷം സ്വലാത്തു താജ് ചൊല്ലിക്കളാവും. അങ്ങനെ 1 ലക്ഷം സ്വലാത്തു താജ് ചൊല്ലി മകളെ കെട്ടിച്ചു. 2 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു. സ്വലാത്തു താജ് ഒന്ന് ചൊല്ലിക്കറവനെ എല്ലാം കഴിയൂല. എന്തുകൊണ്ട്? കല്യാണം ഉറപ്പിച്ച് നിശ്ചയം കഴിഞ്ഞപ്പോൾ സ്വലാത്തു താജ് വിട്ടു. കാരണം ഓൻ്റെ ആവശ്യത്തിലുള്ളൂ. എന്താണ് ഉറങ്ങണത്? ഇന്നലെ SSLC പരീക്ഷ എഴുതിയ കുട്ടി ജയിച്ച കുട്ടിയോട് ഇന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കിട്ടൂല. എന്തുകൊണ്ട്? എന്താണ്? പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചത്. മകളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് സ്വലാത്തു താജ് ചൊല്ലിയത്. അള്ളാഹിനോട് ഇഷ്ടമുണ്ടായിട്ടല്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ചിന്തിക്കണം. നാവിൽ അല്ലാഹ് എന്ന് വാലദ്ദവാം. ഒരു മനുഷ്യന്റെ കൽബിൽ ദുനിയാവാണ്. അവന്റെ കൽബിൽ മകളെ കെട്ടിക്കണം, അവന്റെ കൽബിൽ കച്ചവടം ശരിയാകണം, അവന്റെ കൽബിൽ വീട് പൊടിച്ച് പണിയെടുക്കണം. ഇതുപോലത്തെ കാര്യങ്ങളേ ഉള്ളൂ. അല്ലാഹു ഇല്ല. റബ്ബിനെ പറ്റി അവൻ ചിന്തിച്ചിട്ടില്ല. ഇത് വിഷയമല്ല, വിഷയം തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയ വിഷയം റബ്ബാണ്. എന്തേ ഇവന് പരാജയം വരാൻ കാരണം? പരാജയത്തിനൊരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം എന്റെ പരാജയത്തിന്റെ അടിസ്ഥാനം വിജയമുണ്ടായപ്പോൾ റബ്ബിനെ മറന്നതാണ്. വിജയമുണ്ടായപ്പോൾ റബ്ബിന് ശുക്ർ ചെയ്ത ഒരാൾക്ക് പരാജയം എന്ന വിഷയം ഇല്ല, ഒരിക്കലും ഇല്ല. റബ്ബ് റഹ്മാന. ഒരു മൈന്യൂട്ട് പോയിന്റിൽ ഇബ്ലീസ് കയറിയതാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കുക. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ ഒലോക്കാനെ അവൻ കൽബിൽ ദുനിയാവ് നിറച്ച് നടക്കുന്നവൻ ഗാഫിലാണ്. ഒലോക്കാനെ യഖൂലു ബിലിസാനിഹി അല്ലാഹ് അലദ്ദവാം. സ്ഥിരമായി സദാസമയവും അല്ലാഹ് എന്ന് പറഞ്ഞു നടന്നാലും അവനെ ദുനിയാവിൻ്റെ ഒരു കാര്യത്തിൽ മാത്രമേ പരിഗണിക്കൂ. അള്ളാഹു നമ്മൾ അതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ് പറയാം. ലാ ഹദറത്തുൽ മുസ്തഫ മുഹമ്മദിൻ.